Hi, welcome to Chekkan Vlogs. It's me Richard. 90 Hz സ്മൂത്ത് ഡിസ്പ്ലേ, 1 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകുന്ന ഡിവൈസ്, ഫ്ലാഗ്ഷിപ്പ് ഫോണുകളോട് കിടപിടിക്കുന്ന ഗെയിമിംഗ് പെർഫോമൻസ്, ഇതൊന്നും കൂടാതെ 5 ക്യാമറകളും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇത് ഏത് ഡിവൈസ് ആണെന്ന്. അതെ, റിയൽമി 6. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി 6 ആണ്. അപ്പോൾ നമുക്ക് റിയൽമി 6ൻ്റെ വിശേഷങ്ങളെ കിടക്കാം. ഹലോ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി 6 ആണ്. റിയൽമി 6ൻ്റെ 6GB വേരിയൻറ്റ് ഫോണാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ റാപ്പർ ഒന്ന് ആദ്യമേ പൊളിച്ച് മാറ്റാം. നമുക്ക് എന്നിട്ട് ജസ്റ്റ് നോക്കാം. നല്ലൊരു യെല്ലോയിഷ് ബോക്സിലാണ് റിയൽമി 6 പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ പ്രൈസ് വരുന്നത് 15,999 ക്യാമറ 5 ക്യാമറ വരുന്നുണ്ട്. 64MB മെയിൻ ക്യാമറ ഉൾപ്പെടെ 5 ക്യാമറ വരുന്നുണ്ട്. ഇപ്പോൾ ഫോണിൻ്റെ മെയിൻ അട്രാക്ഷൻസ് 90 Hz സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. അതുപോലെ 30W ഫ്ലാഷ് ചാർജറാണ്. 4300 mAh ബാറ്ററിയാണ്. അതുപോലെ 64MB കോഡ് ക്യാമറ അൾട്രാ വൈഡ് ലെൻസ് ആണ്. അതുപോലെ ഹീലിയോ G902 പ്രോസസ്സറാണ് നമുക്ക് റിയൽമി 6ൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, റിയൽമി 6ൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 5 ക്യാമറ തന്നെയാണ്. ഫസ്റ്റ് റിയർ ക്യാമറ 64MB, പിന്നെ 8MB ഒരു ക്യാമറ, 2MB ഒരു ക്യാമറ, 2MB മാക്രോ ഒരു ക്യാമറ, ഫ്രണ്ട് ക്യാമറ 16MB. പിന്നെ എൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 191 ഗ്രാമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15,999 ആണ്. അതുപോലെ ബാറ്ററി വരുന്നത് 4300 mAh ആണ്. നമ്മുടെ ബോക്സിൽ വരുന്നത് ഫോണുണ്ട്, പിന്നെ അതുപോലെ ഒരു ചാർജറുണ്ട്, USB ഡാറ്റ കേബിൾ ഉണ്ട്, സിം എജക്ടറുണ്ട്, പിന്നെ നമുക്ക് നല്ലൊരു പ്രൊട്ടക്റ്റീവ് കേസ് കൂടി നമുക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിയൽമി 6 വരുന്നത് കോമറ്റ് വൈറ്റ് എന്ന മോഡലാണ് നമ്മുടെ ഫോൺ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റിയൽമി 6 ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സീൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് വെൽക്കം ടു റിയൽമി ഫാമിലി എന്നൊരു ബോക്സാണ്. നമുക്ക് ആ ബോക്സ് നോക്കാം, എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് റിയൽമി 6 വെൽക്കം ടു ഫാമിലി. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രൊട്ടക്റ്റീവ് കേസ് ഉണ്ട്. കേസ് കഴിക്കട്ടെ. നമുക്ക് വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, ഇതൊക്കെയാണ് നമുക്കുള്ളത്. നമുക്ക് വാറണ്ടി കാർഡ് ഉണ്ട്. വാറണ്ടി കാർഡിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, EMI നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്, കോമറ്റ് വൈറ്റ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തേക്ക് നോക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കുക. യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടെങ്കിൽ അതിൽ നോക്കി ചെയ്യുക. എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിൻ്റെ പ്രൊട്ടക്റ്റീവ് കേസ് എടുക്കാം. കൊള്ളാം, നല്ലൊരു കവറാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു സാധനമാണ്. എന്തായാലും അതുകൂടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സിം എജക്റ്റ് ടൂളുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതും ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ റിയൽമി 6ൻ്റെ ഫോണിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫോൺ എടുക്കാം. നല്ല മനോഹരമായ ഒരു ഫോണാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ നല്ല മനോഹരമായ ഒരു ഫോണാണ്. നമുക്ക് അതിൻ്റെ കവർ അഴിച്ച് പുറത്തേക്ക് എടുക്കാം. നല്ല ഫ്രണ്ടിൽ നല്ല ഡിസ്പ്ലേ, ബാക്ക് സൈഡിൽ കോമറ്റ് വൈറ്റ് ആണ്. കോമറ്റ് വൈറ്റിൽ തന്നെ നല്ലൊരു ഡിസൈൻ ഉണ്ട്. ബാക്ക് സൈഡ് ചില്ലല്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യും. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെല്ലാം ബാക്ക് സൈഡിൽ ചില്ലാണ്. ഇതെന്തായാലും ബാക്ക് സൈഡിൽ ചില്ലല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു ബോഡിയാണ്. അപ്പോൾ നല്ലൊരു ക്യാമറയാണ്. ബാക്ക് സൈഡ് നോക്കിയാൽ തന്നെ അറിയാം, 4 ക്യാമറ തന്നെ നല്ല നിരന്ന് നിൽപ്പുണ്ട്. 4 ക്യാമറകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 64, 8MB, 2MB ഒരു മാക്രോ ലെൻസ്, അതൊക്കെയാണ് ബാക്ക് സൈഡിലുള്ള ക്യാമറകൾ. താഴെ സൈഡിൽ റിയൽമി എന്ന് നല്ല അവരുടെ ബ്രാൻഡിങ് അവർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. താഴെ നോക്കിയാൽ നല്ല ഡിസൈൻസ് നല്ലതായിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട് സൈഡിൽ 16MB ഒരു സെൽഫി ക്യാമറ ഉണ്ട്. ബാക്ക് സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ 4 ക്യാമറകൾ ബാക്ക് സൈഡിൽ നിരന്നിരിക്കുന്നത് മനോഹരമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. താഴെ നോക്കുമ്പോൾ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, പിന്നെ മൈക്കുണ്ട്, പിന്നെ ടൈപ്പ് C ചാർജിങ് പോയിൻ്റാണ് വന്നിരിക്കുന്നത്, പിന്നെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞത് നല്ല ബ്രാൻഡിങ് ക്യാമറയൊക്കെ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ മാത്രമാണ് ഇപ്പോൾ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇതിൻ്റെ പവർ ബട്ടണും ഇതിൻ്റെ ലോക്ക് ബട്ടണും കൂടി ഫിംഗർ പ്രിൻറ്റ് സെൻസറിങ്ങളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെ അപേക്ഷിച്ച് ബാക്ക് സൈഡിൽ മുമ്പിലാണ് വരുന്നത്. ഇതിനെ അപേക്ഷിച്ച് നമ്മുടെ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. അത് റിയൽമിയുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. നമുക്ക് അതിൻ്റെ സിം ഇജക്ടർ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. റിയൽമി 6ന് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് റെഡ്മി ഫോണുകളെ അപേക്ഷിച്ച് ഇതിന് 3 കാർഡ് സ്ലോട്ടുകളാണുള്ളത്. 1 മെമ്മറി കാർഡിനും 2 സിമ്മിനും കൂടിയുള്ളതാണ്. കൊള്ളാം. റെഡ്മിനെ അപേക്ഷിച്ച് റിയൽമിക്ക് 3 കാർഡ് സ്ലോട്ട് ഉള്ളത് എന്തുകൊണ്ടും നമുക്ക് ഗുണകരമാണ്. അപ്പോൾ നമുക്ക് സിം ട്രേ നമുക്ക് എന്തായാലും തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചേക്കാം. ഇപ്പോൾ ഫോൺ എന്തായാലും ഇവിടെ നമ്മൾ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബാക്കി ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. നല്ല വൈറ്റ് കളറുള്ള ഒരു USB കേബിളാണ് ഇതിൻ്റെ അത് കൂടെ ഉള്ളത്.
നല്ല ടൈപ്പ് സി കേബിളാണ്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും ടൈപ്പ് സി കേബിളാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജറിനും മറ്റുള്ളതൊക്കെ ടൈപ്പ് സി ആണ് ഇപ്പോൾ കൂടുതൽ ബെറ്റർ. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ് നമ്മുടെ റിയൽമി 6 കിട്ടിയിരിക്കുന്ന USB കേബിള്. ഈ പിന്നെ നമുക്ക് അതിൻ്റെ ചാർജർ ഒന്ന് പുറത്തേക്ക് എടുക്കാം. 30 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജാണ് നമുക്ക് ഇതിനൂടെ കിട്ടിയിരിക്കുന്നത്. 4300 mAh കപ്പാസിറ്റി ഉള്ള നമ്മുടെ റിയൽമി 6 ഫോൺ റീചാർജ് ആകാൻ ഏകദേശം 1 മണിക്കൂർ സമയമെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഫോണിൻ്റെ ചാർജറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ മെയിൻ അട്രാക്റ്റീവായ റിയൽമി 6 നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അതിൻ്റെ റിയൽമി ആൻഡ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ എഴുതി വന്നിട്ടുണ്ട്. അവരുടെ ലോഗോ വന്നിട്ടുണ്ട്. യെല്ലോ കളറിൽ റിയൽമി എന്ന് പറഞ്ഞ അവരുടെ ലോഗോ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ട്രൈപോഡും എൻ്റെ ഫാനുമാണ്. അതും ഓർമ്മ വേണം. നമുക്ക് ഫോണിൻ്റെ ഇൻ്റർഫേസ് നമുക്കൊന്ന് നോക്കാം. നല്ലൊരു ഇൻ്റർഫേസാണ് നമുക്ക് നമ്മുടെ റിയൽമി 6 ഗൂഗിൾ അസിസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നല്ല 90 Hz സ്മൂത്ത് ഡിസ്പ്ലേ ആണ് നമുക്ക് റിയൽമി 6 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സെറ്റിങ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് എൻ്റെ അബൌട്ട് ഫോൺ എടുത്ത് നോക്കാം. എൻ്റെ ഫോണിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ ഉണ്ട്. അബൌട്ട് ഫോണിൽ ആൻഡ്രോയിഡ് 10 ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ ഇതെന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 10 ആണ്. നമുക്ക് ബാക്ക് എടുത്ത് നോക്കാം. ഒരുവിധപ്പെട്ട എല്ലാ ആപ്ലിക്കേഷനും ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫോണിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 ക്യാമറകൾ തന്നെയാണ്. അപ്പോൾ നമുക്കെൻ്റെ ക്യാമറകളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം കാണുന്നത് നൈറ്റ് വിഷൻ ക്യാമറയാണ്, പിന്നെ കാണുന്നത് വീഡിയോ മോഡാണ്, പിന്നെ കാണുന്നത് നോർമൽ ക്യാമറയാണ്, പിന്നെ കാണുന്നത് പോർട്രേറ്റ് ക്യാമറയും, പിന്നെ കാണുന്നത് അതിനുശേഷം വരുന്നത് 64 MB മെയിൻ ക്യാമറയും, പിന്നെ വരുന്ന മോഡൽ ടൈം ലാപ്സ് ഉണ്ട്, പിന്നെ മാക്രോ ഉണ്ട്, സ്ലോ മോഷൻ ഉണ്ട്, പിന്നെ പനോരമ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മറ്റു ക്യാമറ ഫീച്ചേഴ്സുകൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാക്രോയിൽ എടുത്ത ഒരു ജസ്റ്റ് ഒന്ന് ഫോട്ടോ നോക്കാം. അതിനകത്ത് തന്നെ ജസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണ് മാക്രോ ലെൻസിൽ. കൊള്ളാം, നല്ലൊരു പെർഫോമൻസ് ആണ് മാക്രോ ലെൻസിലുള്ളത്. ഇനി നമുക്ക് എൻ്റെ വീഡിയോ കാര്യങ്ങളും നോക്കാം. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ഒട്ടേറെ സെറ്റിങ്സുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ സൈസ് മാറ്റാം. അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ക്വയർ മോഡ്, ഫുൾ സ്ക്രീൻ മോഡ്, അങ്ങനെ ഒട്ടേറെ സെറ്റിങ്സുകളുണ്ട് അതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിൽ. ഇതൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. നമുക്ക് ഫോണിൻ്റെ റെസൊല്യൂഷൻ മാറ്റാം. ഫോട്ടോയുടെ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനുള്ള പിന്നെ ഫ്ലാഷ് ഉണ്ട്. ബാക്കി നമ്മൾ നോർമൽ ക്യാമറ ഫോണുകളിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയുന്നത് ബ്യൂട്ടി മോഡ് കുറച്ച് അധികം ഇതിൻ്റെ അകത്ത് ഫോണിൽ എനേബിൾഡ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെളുപ്പിക്കാനും കളർ ഡിസൈനൊക്കെ ഇതിൻ്റെ അകത്ത് എഡിറ്റിംഗ് ഒക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്കതെല്ലാം എനേബിളായിട്ട് ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിയൽമി 6 എടുത്തിരുന്ന ഫോട്ടോസുകളൊന്ന് നോക്കാം. ഇതിൻ്റെ പ്രൈമറി ക്യാമറയിലെടുത്ത ഫോട്ടോയാണ് ഇത് 64 MB എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണിത്. നല്ല ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് തന്നെ പോർട്രേറ്റ് മോഡിലെടുത്ത ഫോട്ടോ നോക്കാം. നല്ല ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പോർട്രേറ്റ് മോഡിൽ. ഇത് എൻ്റെ വൈഡ് ആംഗിൾ ലെൻസിലെടുത്തിരിക്കുന്ന ഒരു ഫോട്ടോസാണ്. പിന്നെ നമുക്ക് നോക്കുന്നതിൻ്റെ സെൽഫി ക്യാമറയാണ്. 16 MB ഉള്ള സെൽഫി ക്യാമറ എടുക്കുന്ന ഫോട്ടോയാണ്. അതിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകത പറഞ്ഞാൽ എൻ്റെ 2 MB ഉള്ള മൈക്രോ ലെൻസിലെടുത്തിരിക്കുന്ന ഫോട്ടോസാണ് ഈ കാണുന്നത്. നമ്മുടെ റിയൽമി 6 ഓൾറെഡി അപ്ഡേഷൻ വന്ന് കിടപ്പുണ്ട്. നമുക്ക് വൈഫൈയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബാക്ക് സൈഡ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് സൈഡിൽ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോഡിയാണ് വന്നിരിക്കുന്നത്. ഒരു കോമിക് റൈസ് പോലെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു ഡിസൈനാണ് റിയൽമി 6 വന്നിരിക്കുന്നത്. പിന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഇത് സൈഡ് പഞ്ച് ഒരു സെൽഫി ക്യാമറയാണ് റിയൽമി 6 വന്നിരിക്കുന്നത്. ഇപ്പോൾ പൊതുവേ നല്ലൊരു ഫോണാണ്. 16,000 രൂപ എന്ന ബഡ്ജറ്റിൽ നല്ലൊരു ഗെയിമിംഗ് ഫോണാണ്. അതുപോലെ നല്ലൊരു ക്യാമറ ഫോണും കൂടിയാണ് റിയൽമി 6. നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാവുന്ന ഒരു ഫോണാണ്.